അപ്പോൾ നമ്മൾ ഫോർത്ത് മൊഡ്യൂൾ ഫൊറിയർ സീരീസ്. അത് നിങ്ങളെ സംബന്ധിച്ചിട്ട് ലാപ്ലേസ് ട്രാൻസ്ഫോം പോലെ തന്നെ പുതിയൊരു ടോപ്പിക്കാണ് ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. അപ്പം ഫൊറിയർ സീരീസ് എന്ന് പറഞ്ഞാൽ സീരീസ് എന്ന് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാകും, കാരണം ടൈലർ സീരീസൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇപ്പോൾ ഒരു സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മളൊരു എന്തെങ്കിലും ഒരു ഓർഡറിൽ ഒരു നമ്പർ ഇങ്ങനെ എഴുതും. ഇപ്പം 1 2 3 4 5 6 എഴുതിയിട്ട് അതൊരു സീക്വൻസാണ്. ആ സീക്വൻസിനെ നമ്മൾ സം ചെയ്തിട്ട് എഴുതും, അതായത് 1 + 2 + 3 എക്സെട്ര എന്ന് എഴുതുമ്പോൾ അതെന്തായി, അതൊരു സീരീസായി. സോ അതുപോലെ തന്നെ ഒരു സീരീസാണ് ഫൊറിയർ സീരീസ്. അപ്പം എങ്ങനത്തെ ടൈപ്പ് സീരീസാണ് ഫൊറിയർ സീരീസ്, എത്രയൊക്കെ ടൈപ്സ് ഓഫ് ഫൊറിയർ സീരീസ് ഉണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ ഫൊറിയർ സീരീസ് എഴുതാൻ പറ്റും, ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു മൊഡ്യൂളിൽ പഠിക്കുന്നത്. അപ്പം ഫൊറിയർ സീരീസ് ഓഫ് 2π പീരിയോഡിക് ഫങ്ഷൻ, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ടോപ്പിക്ക്. ഓക്കെ, 2π പീരിയോഡിക് ഫങ്ഷൻസ്. അപ്പം ഇവിടെ നിങ്ങൾ ഫൊറിയർ സീരീസിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് ഒരു പീരിയോഡിക് ഫങ്ഷൻസ് എന്നുള്ളത് അറിയണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനാണ് അവിടെ എഴുതിയിട്ടുള്ളത്. A function f of x is said to be a periodic if it is defined for all real x and if there is a positive number t such that f of x plus t equal to f of x for every real x. അതായത് ഒരു ഫങ്ഷൻ എഫ് ഓഫ് എക്സ് പീരിയോഡിക് ഫങ്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ അതെന്ത് സാറ്റിസ്ഫൈ ചെയ്യണം, എഫ് ഓഫ് എക്സ് പ്ലസ് ടി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെയായിട്ട് നമുക്ക് കിട്ടണം. അതായത് ഒരു ഫങ്ഷൻ, ആ ഫങ്ഷൻ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ കഴിയുന്നതിന് എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി, എക്സിൻ്റെ കൂടെ ഒരു ടി നമ്മൾ ആഡ് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്, ആ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇൻ്റർവെല്ലിൽ ആ ഫങ്ഷൻ അതുതന്നെയായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഫങ്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ സൈനിൻ്റെ ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ സൈനിൻ്റെ ഗ്രാഫ് എങ്ങനെ ഒരു വേവ് ആയിട്ടല്ലേ ഉണ്ടാവുക. അപ്പോൾ അവിടെ ഒരു വേവ് എന്ന് പറയുന്നത് ആ വേവ്സ് തന്നെയാണ് നമ്മൾ ഓരോ ഇൻ്റർവെല്ലായിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ആ ഒരു വേവ്സ് തന്നെയല്ല റിപ്പീറ്റഡ് ആയിട്ടുകൊണ്ടേയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് വേവും ഉണ്ടാവും, ഒരു നെഗറ്റീവ് വേവും ഉണ്ടാവും. ഓക്കെ, പിന്നെ എന്തുണ്ടാവുന്നത്, അതേപോലെ തന്നെ ഒരു പോസിറ്റീവ് വേവ്, നെഗറ്റീവ് വേവ്, പോസിറ്റീവ് വേവ്, നെഗറ്റീവ് വേവ്, അങ്ങനെ ആ സെയിം വേവ്സ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെയിം ഫങ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനെ നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യുക, ഒരു പെർട്ടിക്കുലർ പീരിയഡ് വെച്ചിട്ടായിരിക്കും അത് റിപ്പീറ്റ് ചെയ്യുക. അപ്പം ആ ഒരു പീരിയഡിനെയാണ് നമ്മൾ എന്ത് പറയുക, പീരിയോഡിക് ഫങ്ഷൻ്റെ പീരിയഡ് എന്ന് പറയുന്നത്. അപ്പം ദി നമ്പർ ടി ഈസ് കോൾഡ് എ പീരിയഡ് ഓഫ് എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ആ ടീന് ആണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ പീരിയഡ് എന്ന് പറയാം. ആൻഡ് അങ്ങനെ ഒരുപാട് ടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഒരുപാട് ടി കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമ്പം അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ടീന്, ഏറ്റവും സ്മോളസ്റ്റ് ടി വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആ തന്ന പീരിയോഡിക് ഫങ്ഷൻ്റെ പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതെന്താണെന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കുക. ദി പ്രിമിറ്റീവ് പീരീഡ് ഓഫ് സൈൻ എക്സ് ഇസ് 2π. സൈൻ എക്സ് എന്ന് പറയുന്ന ഫങ്ഷൻ്റെ സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫങ്ഷനാണ്. ആൻഡ് അതിൻ്റെ പ്രിമിറ്റീവ് പീരീഡ്, അതായത് അതിൻ്റെ സ്മോളസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 2π ആണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഓരോ 2π ഇൻ്റർവെല്ലിലായിരിക്കും എന്ത് സംഭവിക്കുക, സൈൻ എക്സ് ആ ഫങ്ഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ എക്സ് ആണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് ടി നമുക്ക് സൈൻ എക്സ് തന്നെ കിട്ടണം. അപ്പോൾ ഇവിടെ സൈൻ ഓഫ് എക്സ് പ്ലസ് 2π അതിൻ്റെ പ്രിമിറ്റീവ് പീരീഡാണെന്ന് പറഞ്ഞു. അപ്പോൾ സൈൻ ഓഫ് എക്സ് പ്ലസ് 2π എന്താണെന്ന് കിട്ടണം, നമുക്ക് സൈൻ എക്സ് തന്നെ കിട്ടണ്ടേ. എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടിയാലാണ് ഒരു പീരിയോഡിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പം സൈൻ ഓഫ് എക്സ് പ്ലസ്
ടു പൈ എന്ന് പറയുന്നത് സൈൻ എക്സ് തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സൈൻ എക്സ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ് വിത്ത് പീരിയഡ് ടു പൈ ആണെന്ന് പറയാം. അപ്പോൾ നമുക്കതിങ്ങനെ ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. ഇപ്പോൾ സൈൻ എക്സ് പ്ലസ് ടു പൈ എന്ന് പറയുന്നത് നമുക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് സൈൻ എ പ്ലസ് ബി ആ ഫോമുല വെച്ചിട്ട് ചെയ്യുമ്പം എന്ത് കിട്ടും, അതായത് സൈൻ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. അപ്പോൾ അവിടെ എക്കും ബിക്കും എക്സും ടു പൈയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് വരും, സൈൻ എക്സ് കോസ് ടു പൈ പ്ലസ് കോസ് എക്സ് സൈൻ ടു പൈ എന്ന് വരും. അപ്പം കോസ് ടു പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1 ആണ്. ആൻഡ് സൈൻ ടു പൈ എന്ന് പറയുന്നത് 0 ആണ്. അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ഇൻറ്റു 1 പ്ലസ് 0 എന്ന് വരും. ദാറ്റ് സൈൻ എക്സ് തന്നെ കിട്ടും. സൈൻ ഓഫ് എക്സ് പ്ലസ് ടു പൈ എന്താണെന്ന് കിട്ടി, സൈൻ എക്സ് തന്നെയാണെന്ന് കിട്ടി. സോ ടു പൈ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ഒരു പീരീഡാണ്. ആൻഡ് ഇറ്റ്സ് പ്രിമിറ്റീവ് പീരീഡ് ഓഫ് സൈൻ എക്സ്. ഓക്കെ, അതായത് ടു പൈ എന്ന് പറയുന്നത് അതിൻ്റെ സ്മോളസ്റ്റ് സച്ച് പോസിറ്റീവ് നമ്പർ ആയിരിക്കും. സിമിലർലി ദി പ്രിമിറ്റീവ് പീരീഡ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നതും എന്ത് തന്നെയായിരിക്കും, ടു പൈ തന്നെയാണ്. ഇനി പ്രിമിറ്റീവ് പീരീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് വേറെ ഫങ്ഷൻസ് സൈന് വെച്ചിട്ട് വേറെ ഫങ്ഷൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അതിൻ്റെ പ്രിമിറ്റീവ് പീരീഡ് കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പോൾ അവിടെ സൈൻ ഓഫ് 2x പ്ലസ് പൈ അതിൻ്റെ പ്രിമിറ്റീവ് പീരീഡ് നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം, സൈൻ ഓഫ് 2 ഇൻറ്റു എക്സ് പ്ലസ് 2 പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ എന്നാണ്. അപ്പോൾ സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം, സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ എന്ന് പറയുന്നത് സൈൻ ഓഫ് 2x തന്നെയായിട്ട് നമുക്ക് കിട്ടണം. അപ്പോൾ അത് കിട്ടുന്നുണ്ടോ എന്ന് നോക്കും. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈൻ എ പ്ലസ് ബി ഫോമിൽ നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ ആൻസർ സൈൻ 2x എന്ന് കിട്ടും. അതായത് സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ ഈക്വൽ ടു സൈൻ 2x എന്ന് കിട്ടും. ദോർഫോർ സൈൻ ഓഫ് 2 ഇൻറ്റു എക്സ് പ്ലസ് പൈ എന്ന് പറയുന്നത് എന്താണ്, ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. ഇനി നമുക്കതിൻ്റെ എന്ത് കണ്ടുപിടിക്കണം, പ്രിമിറ്റീവ് പീരീഡ് എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം ഈ പ്രിമിറ്റീവ് പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത്, അതായത് അല്ലെങ്കിൽ പീരീഡ് കണ്ടുപിടിക്കുന്ന സമയത്ത് നമുക്കെപ്പോഴും ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഫോമിലാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ എന്നല്ലേ ഉള്ളത്. അതായത് സൈന് കഴിഞ്ഞിട്ട് അതായത് എക്സ് പ്ലസ് ടി ഫോമിലല്ല അവിടെ ഉള്ളത്, 2x പ്ലസ് ടി ഫോമിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കവിടെ എക്സ് മാത്രമേ വേണ്ടൂ, എന്നാലേ നമുക്കതിൻ്റെ പീരീഡ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ എക്സ് കിട്ടണമെങ്കിൽ ആ 2നെ നമ്മൾ അവിടെ നിന്ന് ഒഴിവാക്കണമല്ലോ. അതായത് സൈൻ ഓഫ് 2x പ്ലസ് 2 പൈ എന്നുള്ള ആ ഒരു ഫോർമുലയിൽ നമുക്ക് എക്സ് പ്ലസ് സൈൻ ഓഫ് എക്സ് പ്ലസ് ടി ഫോമിലാക്കണമെങ്കിൽ ആ എക്സിൻ്റെ കോഎഫിഷ്യൻ്റായ 2നെ നമുക്ക് ഇല്ലാതാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ത്രൂ ഔട്ട് അത് 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2x-നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം 2 പൈനെ നമ്മൾ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും, 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ എന്നല്ലേ കിട്ടുക. 2നെ കൊണ്ട് മൊത്തത്തിൽ ഡിവൈഡ് ചെയ്താൽ സൈൻ ഓഫ് എക്സ് പ്ലസ് പൈ എന്ന് കിട്ടും. അപ്പം സൈൻ ഓഫ് എക്സ് പ്ലസ് ടി ഫോമിലായി. അപ്പോൾ അവിടെ സൈൻ ഓഫ് 2 ഇൻറ്റു എക്സ് പ്ലസ് പൈൻ്റെ പീരീഡ് എന്താണെന്ന് കിട്ടും, നമുക്ക് പൈ ആണെന്ന് കിട്ടും. കാരണം എക്സ് പ്ലസ് പൈ ആണ് അവിടെ വരുന്നത് 2നെ ഒഴിവാക്കുമ്പോൾ. അപ്പം എക്സ് പ്ലസ് ടി ആകുമ്പോൾ ടി ഈക്വൽ ടു അവിടെ പൈ ആണ് വരിക. ആൻഡ് പൈ ഈസ് എ സ്മോളസ്റ്റ് സച്ച് നമ്പർ. അതായത് സൈൻ ഓഫ് 2xൻ്റെ പ്രിമിറ്റീവ് ഗ്രൂപ്പ്, അതായത് സൈൻ ഓഫ് 2xൻ്റെ പ്രിമിറ്റീവ് ഗ്രൂപ്പ് നമുക്ക് എന്താണെന്ന് കിട്ടി, പൈ ആണെന്ന് കിട്ടി. ക്ലിയർ ആയിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചോദിച്ചാൽ മതി. ഓക്കെ, അതേപോലെ തന്നെ കോസ് ഓഫ് 2xൻ്റെ പ്രിമിറ്റീവ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പൈ ആണ് വരിക. ഇനി അതേപോലെ അടുത്ത ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും. പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് സൈൻ 3x. ഇപ്പോൾ 3xന് വേണമെങ്കിൽ നമുക്ക് എന്ത് വേണം, 3x പ്ലസ് ടി ഈക്വൽ ടു സൈൻ ഓഫ് 3x പ്ലസ് അതിൻ്റെ പീരീഡ് ടി ഈക്വൽ ടു നമുക്ക് സൈൻ 3x തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സൈനിൻ്റെ എന്ത് കേസ് വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ കൊടുക്കേണ്ട ടി എന്ന് പറയുന്നത് 2 പൈ ആയിരിക്കണം. കാരണം സൈനിൻ്റെ പീരീഡ് നമുക്ക് 2 പൈ എന്ന് അറിയുന്നത് കൊണ്ട് തന്നെ നമ്മൾ സൈൻ 3x സൈൻ ആണെങ്കിലും കോസ് ആണെങ്കിലും നമ്മളെപ്പോഴും 2 പൈ ആണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സൈൻ 3x പ്ലസ് 2 പൈ എന്താണ്, സൈൻ 3x തന്നെ നമുക്ക് കിട്ടണം.
അപ്പം സൈൻ 3x പ്ലസ് 2π. അപ്പം അത് നിങ്ങൾ സൈൻ എ പ്ലസ് ബി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സൈൻ 3x പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ 3x തന്നെയാണെന്ന് കിട്ടും. ഓക്കെ, സൈൻ 3x പ്ലസ് 2π എന്ന് പറയുന്നത് സൈൻ 3x തന്നെയാണെന്ന് കിട്ടും. അപ്പോൾ അതെന്താണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷനാണ്. പക്ഷേ അതിൻ്റെ പീരീഡ് കാണണമെങ്കിൽ നമുക്ക് എക്സ് പ്ലസ് ഫോമിൽ വേണം. അപ്പോൾ ഇവിടെ സൈൻ 3x പ്ലസ് 2π എന്നുള്ളത്. അപ്പോൾ 3 കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രൂ ഔട്ട് അതിനെ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 2π/3 എന്ന് കിട്ടും. സോ പ്രിമിറ്റീവ് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അവിടെ 2π/3 ആണ് വരിക. ഓക്കെ, ഞാനിതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു നോട്ട് നിങ്ങൾക്ക് അയച്ചുതരാം. അപ്പോൾ കുറച്ചുകൂടെ അത് ക്ലിയർ ആവും. അതേപോലെ ഇത് പ്രിമിറ്റീവ് പീരീഡ് ഓഫ് സൈൻ 2πx ഈസ് 1 ആണ്. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക 1 കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, ആൻഡ് അങ്ങനെ നിങ്ങൾക്ക് ഏത് സൈനിൻ്റെയും കോസിൻ്റെയും, അതായത് നിങ്ങൾക്ക് ഇവിടെ സൈനും കോസും മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ സൈനിൻ്റെയും കോസിൻ്റെയും കേസിൽ ഏത് ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാലും ഇങ്ങനെയാണ് പ്രിമിറ്റീവ് ഗ്രൂപ്പ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ.